എന്റെ അടുത്ത് കള്ളത്തരം കാണിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ച അന്ന് തീരുവല്ല. ഒരാളെ കൊന്നാലും വട്ടാന്നുള്ള സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കാലോ. എടോ, അതൊക്കെ വെറുതെ പറയുന്നതാ. കുറ്റം ആര് ചെയ്താലും ശിക്ഷയുണ്ട്. നോർമൽ ആണെങ്കിൽ സാധാരണ ജയിലിൽ കിടന്നാ മതി. ഇതിപ്പോ ഭ്രാന്താശുപത്രിയുടെ ജയിലിൽ കിടക്കേണ്ടി വരും. ഓഹോ, അപ്പോ നിങ്ങൾ എന്നെ ജയിലിൽ കയറ്റുമെന്ന് ഉറപ്പിച്ചു അല്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. എടോ, വേറൊരു കാര്യമുണ്ട്. എന്താ? പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തിന്? വിസ്മയ വീട്ടിൽ വന്നിരുന്നു. വിസ്മയോ? അവളുടെ ബോയ് ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അവരിതുവരെ കല്യാണം കഴിച്ചില്ലേ? കഴിച്ചെന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ കാണുകയും സംസാരിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. അമ്മ വിളിച്ചപ്പോ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. എന്റെ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം നിങ്ങൾ ആ പെങ്ങൾ ഒറ്റ ഒരുത്തിയാ. അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു. എല്ലാം ചതിയായിരുന്നു അറിഞ്ഞപ്പോ എനിക്ക് എന്ത് ദേഷ്യമായിരുന്നറിയോ? ഇപ്പോഴും അതിനൊരു കുറവും വന്നിട്ടില്ല. അവളെ നേരിട്ട് കണ്ടോ എന്റെ കൺട്രോൾ പോവും. അതെ, ഈ വിസ്മയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രോജക്റ്റിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാം. ഇത് പ്രൊസീഡ് ചെയ്യേണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ താൻ പറഞ്ഞതുപോലെ ആദർശന്റെ കൊട്ടേഷൻ മറികടക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കുക. അതല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ എത്ര ആലോചിച്ചിട്ടും എന്റെ മുന്നിൽ ഒരു വഴിയും തെളിയുന്നില്ല. എന്റെ ബുദ്ധിയിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. എന്താ അത്? വേഗം പറഞ്ഞു തൊലയ്ക്ക്. അതെ അബി, വാക്കുകളെ കുറച്ച് മയപ്പെടുത്തി സംസാരിച്ചാൽ കൊള്ളാം. ഒരുപാട് എന്റെ മേലെ കത്തി കയറിയ ഞാനും അത് പ്രതികരിച്ചു തുടങ്ങും. അതുകൊണ്ടേ മര്യാദയ്ക്ക് സംസാരിക്കണം. ശരി, ഞാൻ ശ്രമിക്കാം. ഇനി പറ, എന്താ നിങ്ങളുടെ ബുദ്ധിയിൽ തെളിഞ്ഞത്? ഞാൻ എങ്ങനെയെങ്കിലും ആദർശ് കോട്ട് ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് അറിയാൻ ശ്രമിക്കാം. ശ്രമിക്കാമെന്നല്ല, കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്ന് 1000 രൂപ കുറച്ച് നമ്മൾ കോട്ട് ചെയ്യും. അപ്പൊ വർക്ക് നമുക്ക് തന്നെ കിട്ടും. പിന്നെ ആദർശ് ഒരിക്കലും കൈനഷ്ടം വരുന്ന ഒരു കാര്യത്തിന് നിൽക്കില്ല. അതുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കിയില്ലെങ്കിലും ആ കൊട്ടേഷനില് നഷ്ടം വരില്ല, അതുറപ്പാ. പക്ഷേ എങ്ങനെ കൊട്ടേഷൻ എമൗണ്ട് നിങ്ങൾ കണ്ടുപിടിക്കും? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. താൻ ധൈര്യമായിട്ടിരിക്കുക. ഈ വർക്കും നമ്മൾ പിടിച്ചിരിക്കും. ആദ്യമായിട്ടാ എന്റെ ഭർത്താവ് ഒരു നല്ല ബുദ്ധി കാണിച്ചത്. എനിക്ക് സന്തോഷായി വിഘ്നേഷേട്ടാ, സന്തോഷായി. മനുചേട്ടാ, ദാ ചായ. അതെ മനുചേട്ടാ, അമ്മാവൻ വിളിച്ചിരുന്നു. ഏതമ്മാവൻ? എന്റെ അമ്മാവൻ, ആലുവയിലുള്ള ശിവരാമൻ അമ്മാവൻ. എന്താ രാവിലെ വിളിച്ചത്? അത് ഞാൻ ഇന്നലെ അമ്മായിയെ വിളിച്ച് വിദ്യയുടെ കാര്യം പറഞ്ഞിരുന്നു. പറ്റിയ ആലോചന വല്ലതും ഉണ്ടെങ്കിൽ നോക്കണമെന്നും പറഞ്ഞിരുന്നു. അതാ അമ്മാവൻ രാവിലെ വിളിച്ചത്. എന്നിട്ട് പുള്ളി എന്തു പറഞ്ഞു? അവരുടെ അയൽപക്കത്തുള്ളൊരു പയ്യന്റെ കാര്യം സംസാരിക്കാനാ അമ്മാവൻ വിളിച്ചത്. പയ്യനും PhD കഴിഞ്ഞതാ. അവിടുത്തെ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും പറഞ്ഞു. വിദ്യയുടെയും പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ. വിദ്യക്കും തൃപ്പൂണിത്തുറയിലോ കാലടിയിലോ പഠിപ്പിക്കാൻ കയറാന്നും പറയുകയും ചെയ്തു. ഇതൊക്കെ വിദ്യ സമ്മതിച്ചിട്ട് വേണ്ടേ നടക്കാൻ? മനുചേട്ടാ, കേട്ടെടുത്തോളം ഇതൊരു നല്ല ബന്ധം. ജാതകപ്പുറത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അമ്മാവൻ കണക്ക് കൂട്ടി നോക്കിയിട്ട് പറഞ്ഞു. കാഴ്ചയിലും ഇവര് തമ്മിൽ ചേരുന്ന അമ്മായി പറഞ്ഞത്. പിന്നെ കല്യാണം കഴിപ്പിച്ചയച്ചാലും തൊട്ട് അയൽപ്പക്കത്ത് അമ്മാവനും അമ്മായി ഉണ്ടല്ലോ. അവർക്കാണെങ്കിൽ വിദ്യ വലിയ കാര്യമാ. അതുകൊണ്ട് ഇത് നമുക്ക് ആലോചിക്കാം മനുചേട്ടാ. ഇത് നടക്കുമെന്ന എന്റെ മനസ്സ് പറയുന്നത്. നടക്കില്ല അമ്മേ. എനിക്ക് വേണ്ടി മറ്റൊരു കല്യാണം ആലോചിക്കരുതെന്ന് ഞാൻ അമ്മയോടും അച്ഛനോടും പറഞ്ഞതല്ലേ.
കല്യാണം കഴിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഭാവം? ഞാൻ കല്യാണം കഴിക്കേണ്ടതും കൂടെ കഴിയേണ്ടതും എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇഷ്ടമുള്ള ആളോടൊപ്പം, അല്ലാതെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളിനൊപ്പം അല്ല. നിനക്ക് വേണ്ടി ഇത്രയും നാളും എല്ലാം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഞാനും മനോജേട്ടനോ? ഇതും അങ്ങനെ തന്നെ ആയാൽ എന്താ കുഴപ്പം? അച്ഛനെ അമ്മയെ അപമാനിക്കാനോ വിഷമിപ്പിക്കാനോ താല്പര്യമില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാത്തത്. പ്രായപൂർത്തിയായ ഒരു ഇൻഡിവിജ്വലാണ് ഞാൻ. എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുണ്ട്. എന്നിട്ടും ഞാനത് ചെയ്യാത്തത് നിങ്ങളോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാ. തെറ്റും ശരിയും പറഞ്ഞു തന്ന് എന്നെ വളർത്തിയതുകൊണ്ടാ. എന്നിട്ട് നീ ഞങ്ങളോട് ചെയ്തത് ഇങ്ങനെയൊക്കെ ആണല്ലോ. അമ്മേ, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കുട്ടിക്കാലം മുതലേ എനിക്ക് അടുത്തറിയാവുന്ന ഒരാളെ, അതും അമ്മയുടെ കൂട്ടുകാരുടെ മകനെ സ്നേഹിച്ചു. ഇടയ്ക്ക് നിങ്ങൾ തമ്മിൽ ഈഗോ ക്ലാഷ് ഉണ്ടായത് എന്റെ തെറ്റാണോ? അപ്പൊ അവന്റെ സ്വഭാവോ? കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്നു അവൻ. മാറിക്കിടന്ന് തല്ലുണ്ടാക്കി മറ്റു പല കൊള്ളരുതായ്മകൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. സൂരജ് ഇന്നും അമ്മ പറഞ്ഞ അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും സൂരജിനെ വിവാഹം കഴിക്കണമെന്ന് പറയില്ലായിരുന്നു. പക്ഷെ സൂരജ് ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്തിയ ആളാ. അതൊക്കെ തൽക്കാലത്തേക്കുള്ള മാറ്റമാ. ഒരു മനുഷ്യൻ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് അയാൾക്ക് മാത്രമായിരിക്കും. ദേ, ഇവനൊക്കെ ആരും അറിയാതെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? എടി, നീ ഈ വാർത്തകളൊക്കെ കാണുന്നില്ലേ? ഓരോന്നൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെ അക്രമങ്ങളാ. അമ്മ, അതൊക്കെ ശരിയാ. ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാ. പക്ഷേ സൂരജ് അതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇല്ലാത്തത് പറഞ്ഞ് ആ പാവത്തിനെ താഴ്ത്തി കെട്ടരുത്. വിദ്യ, നിന്റെ അമ്മയുടെ ടെൻഷനും നീ മനസ്സിലാക്കണം. ധന്യ പറയുന്ന പല ആശങ്കകൾ എനിക്കുമുണ്ട്. പിന്നെ ഞാനൊന്നും പറയാത്തത് നീ എപ്പോഴെങ്കിലും സ്വയം തിരുത്തൂന്ന് കരുതിയ. അച്ഛാ, തിരുത്താനും മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ഞാൻ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് സൂരജിനെ വിവാഹം കഴിക്കില്ലെന്നും പറഞ്ഞു. പക്ഷെ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുതെന്നും ഞാൻ അപ്പൊ തന്നെ പറഞ്ഞതാ. എന്നിട്ടിപ്പോ സൂരജ് ഇവിടെ ഇല്ലാത്ത സമയം നോക്കി എനിക്ക് പുതിയ വിവാഹാലോചനകൾ നോക്കാൻ തുടങ്ങിയ ഞാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കണം? അമ്മയോടും അച്ഛനോടും ഞാൻ ഒരിക്കൽ കൂടി പറയാ, എന്റെ സമ്മതത്തോടെ ഒരു ആലോചന ഇവിടെ നടക്കില്ല. ഇനി നിർബന്ധിച്ച് ചെയ്യാൻ നോക്കിയാ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്ക് പോലും ഇപ്പൊ പറയാൻ പറ്റില്ല. അല്ല മനോജേട്ടാ, അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് നമ്മളെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു. മനോജേട്ടൻ എന്താ ഒന്നും പറയാതിരുന്നേ? തന്നെ വാക്ക് വ്യത്യാസം കാണിച്ചത് നമ്മളല്ലേ? ഇപ്പൊ ശരി വിദ്യയുടെ ഭാഗത്താ. അപ്പൊ ഞാനായി തെറ്റുകാരി? അല്ല, ഞാനിതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയിട്ടാണോ? ധന്യ, ഇതൊന്നും ഇപ്പൊ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ അവൾക്ക് കുറച്ച് സമയം കൊടുക്ക്. ഉടനെ ആലോചനയായിട്ട് ചെന്നാൽ അവൾ എതിർക്കും. ഈ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. തൽക്കാലം നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ വേറെ വഴിയില്ല ധന്യേ. അമ്മ തിരക്കിലാണോ? ഇല്ല, എന്താ മോളെ? എനിക്ക് അമ്മയുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറയ്, എന്താ കാര്യം? ഞാൻ പറയുന്നതിനെ അമ്മ തെറ്റായിട്ട് കാണരുത്. എന്റെ ടെൻഷൻ കൊണ്ട് പറയുന്നതെന്ന് കൂട്ടിയാ മതി. കാര്യം പറയേ, എന്നാലല്ലേ എനിക്ക് മനസ്സിലാകൂ. എന്നോടെന്തെങ്കിലും പറയുന്നതിന് എന്തിനാ ഇത്ര മുഖവുരാ? അല്ലമ്മേ, ഞാനീ പറയുന്ന കാര്യം ഏത് രീതിയിലായിരിക്കും അമ്മ എടുക്കുന്നതെന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷേ
ഞാനിത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നൊരു പേടി. വെറുതെ ഓരോന്ന് പറഞ്ഞു ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് വെച്ച് പറ മോളെ. കമ്പനി കാര്യങ്ങളിൽ ആദർശേട്ടനും അഭിചേച്ചിക്കും തമ്മിലൊരു മത്സരം ഉണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. അതെനിക്കറിയാം. ബിസിനസ്സിൽ ആരോഗ്യകരമായ മത്സരങ്ങൾ നല്ലതാ. അത് രണ്ടാൾക്കും ജയിക്കണമെന്ന ചിന്തയുണ്ടാക്കും. അത് ശരിയാ അമ്മ. ഇതുവരെ ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. പക്ഷേ ഇപ്പൊ അത് ആ തലമൊക്കെ കടന്നു എന്നൊരു സംശയം. എന്നുവെച്ചാ കഴിഞ്ഞ തവണ അഭിചേച്ചി റേറ്റ് കുറച്ച് കൊട്ടേഷൻ എടുത്തപ്പോൾ അതിനെ വിമർശിക്കുകയും അതിന്റെ ദോഷവശങ്ങളൊക്കെ പറയുകയും ചെയ്ത ആളാ ആദർശേട്ടൻ. ആ ആദർശേട്ടൻ ഇപ്പൊ വന്നിരിക്കുന്ന വർക്ക് അഭിചേച്ചിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് റേറ്റ് കുറച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താ അത് അഭിചേച്ചിക്കും ആദർശേട്ടനും ഒരുപോലെ ദോഷം ചെയ്യില്ലേ? ആദർശിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു കാര്യം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഏത് കാര്യത്തിലും യുക്തിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരുന്നല്ലോ അവൻ. അതെ, അങ്ങനെയുള്ള ആളിന്റെ ഈ മാറ്റം എനിക്കും ടെൻഷൻ ഉണ്ടാക്കിയത്. ഇപ്പോ കമ്പനി കാര്യങ്ങൾ പലതും ആദർശേട്ടൻ വിചാരിച്ച പോലെ വിജയമായിട്ടല്ല വരുന്നത്. ജീവിതത്തിൽ തൊട്ടതെല്ലാം വിജയങ്ങളാക്കിയിരുന്ന ആൾക്ക് പെട്ടെന്നുള്ള പരാജയം അംഗീകരിക്കാനാവുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോ ആദർശൻ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. എന്റെ മക്കളുടെ രണ്ടുപേരുടെയും ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടില്ലെന്ന് തീരുമാനമെടുത്തിരുന്ന ആളാ ഞാൻ. പക്ഷേ ഇനി ഇടപെടാതിരുന്ന ശരിയാവില്ല. എന്റെ മക്കൾ നശിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കില്ല. ആ പ്രൊജക്ട് റേറ്റ് താഴ്ത്തി എടുക്കുന്നതിൽ ആദർശേട്ടൻ ഇപ്പോഴും നല്ല കോൺഫിഡൻസ് ഉണ്ട്. പ്രൊജക്ട് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാ ആദർശേട്ടൻ പറയുന്നതും. പക്ഷേ എനിക്കെന്തോ ഇത് നല്ലതിനാണെന്ന് തോന്നിയില്ല. അതൊരു പക്ഷേ എൻ്റെ വിവരക്കുറവ് കൊണ്ടാവും. എന്നാലും എല്ലാം അമ്മയെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഞാൻ എല്ലാം അമ്മയോട് പറഞ്ഞത്. മോള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മോള് ചെയ്തതാണ് ശരി. എന്റെ മക്കൾ തമ്മിലുള്ള ഈ സൗന്ദര്യപ്പണക്കത്തെ പലർക്കും മുതലെടുക്കാൻ സാധിക്കും. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ദേവ ബിൽഡേഴ്സും മീര ബിൽഡേഴ്സും പേരുകൊണ്ട് മാത്രമാണ് രണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥാപനങ്ങളും എനിക്ക് ഒന്നുപോലെയാ. അതെനിക്കറിയാം. പല കാര്യങ്ങളിലും അമ്മ മൗനം പാലിക്കുന്നത് മക്കളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, മറിച്ച് സ്നേഹ കൂടുതലുകൊണ്ടാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ആദർശേട്ടന്റെ അഭിചേച്ചിയുടെ നന്മയെ കരുതി അമ്മ രണ്ടുപേരോടും ഒന്ന് സംസാരിക്കണം. ഞാനവരോട് സംസാരിക്കാം. പരസ്പരം വാശി കാണിച്ച് ആര് തോറ്റാലും എനിക്കൊരുപോലെയാ. എനിക്ക് മനസ്സിലാകാത്തത് ആദർശന് ഇതെന്തു പറ്റിയെന്നാ. ഒരു കാര്യത്തെയും വൈകാരികമായി നേരിടുന്ന ആളായിരുന്നില്ല അവൻ, പ്രത്യേകിച്ചും ബിസിനസ് കാര്യത്തിൽ. ആദർശന് എവിടെയാണ് തെറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദർശേട്ടന് തെറ്റുപറ്റുമെന്ന് ഞാനും കരുതുന്നില്ല അമ്മ. ആദർശേട്ടൻ കൊട്ടേഷൻ കൊടുത്ത റേറ്റിൽ പ്രൊജക്റ്റ് തീർക്കാൻ പറ്റില്ല എന്നുള്ള പേടിയും എനിക്കില്ല. പക്ഷെ എന്റെ ഭയം ഞാൻ പറഞ്ഞല്ലോ അമ്മ. ഇവരുടെ രണ്ടുപേരുടെ ഈ വാശി മൂന്നാമതൊരാളെ മുതലെടുക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിചേച്ചിക്കോ ആദർശേട്ടനോ ആർക്ക് തോൽവി സംഭവിച്ചാലും അത് കുടുംബത്തെ ബാധിക്കുന്ന കാര്യം. അതെനിക്കും വിഷമം തന്നെയാ. എന്റെ അതേ മാനസികാവസ്ഥയായിരിക്കും അവരുടെ കാര്യത്തിൽ അമ്മയ്ക്കുമെന്ന് എനിക്കറിയാം. രണ്ടാളെ ഉപേക്ഷിക്കാൻ അമ്മയ്ക്കും സാധിക്കില്ലല്ലോ. മോൾ ടെൻഷനാവണ്ട. ഈ കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇനി മൗനം പാലിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് വൈകിട്ട് തന്നെ രണ്ടുപേരോടും ഞാൻ സംസാരിക്കാം. ഇതിനൊരു പരിഹാരവും കാണാം. ഒരേ രക്തത്തിൽ പറഞ്ഞ കൂടപ്പറപ്പുകളല്ലേ അവര്. അതിലൊരാൾ മറ്റൊരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നതിൽ പോലും യാതൊരു തെറ്റുമില്ല. അയ്യോ അമ്മ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായി. മോള് പൊയ്ക്കോ, വേണ്ടത് ഞാൻ ചെയ്തോളാം.
സുഖാനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. എന്താ മോളെ? ഒന്നുമില്ല മുത്തശ്ശി. ഇവിടെ എന്നോടാരും മിണ്ടുന്നൊന്നുമില്ല. അമ്മ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയ അത് വഴക്കിലെ അവസാനിക്കൂ. മനസ്സിനാകെ ഒരു സമാധാനവും ഇല്ല. അതാ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നത്. മോളെ, സ്നേഹം മാത്രം പ്രതീക്ഷിച്ച് മക്കളെ വളർത്തുന്നവരാണ് അച്ഛനും അമ്മയും. അവര് പറയുന്നതും ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ നന്മയെ കരുതി മാത്രമാണ്. അതനുസരിക്കേണ്ടത് മക്കളുടെ കടമയാണ് മോളെ. മുത്തശ്ശി, ഇന്ന് വരെ എല്ലാ കാര്യത്തിലും ഞാൻ അച്ഛനെയും അമ്മയും അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടെന്താ ഇപ്പൊ അനുസരിക്കാത്തത്? വിവാഹത്തിന്റെ കാര്യത്തില് അച്ഛനും അമ്മയും തീരുമാനം എടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാ? എന്താ നീ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അതാരെങ്കിലും പറഞ്ഞറിയുന്ന കുടുംബ ചുറ്റുപാടും ജാതക പൊരുത്തവും പുറമേ കാണുന്ന ഫിനാൻഷ്യൽ സ്റ്റാറ്റസും അല്ലാതെ ഒരാളെ കുറിച്ച് നമുക്ക് എന്തറിയാൻ സാധിക്കും? പരസ്പര സ്നേഹവും വിശ്വാസവും മനസ്സിലാക്കലും അല്ലേ ഒരു കുടുംബത്തിന് അടിത്തറയുണ്ടാക്കുക? അതെ, അത് ശരിയാ. പെട്ടെന്ന് കാണുന്ന ഒരാളില് അത്തരം ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ട് എത്ര പെൺകുട്ടികളാ മറ്റൊരു വീട്ടിൽ പോയി അനുഭവിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ പ്രശ്നങ്ങൾ വീട്ടിൽ പറഞ്ഞാ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കരുതെന്നും പറയും. ആരും സഹായത്തിനില്ലാതെ എല്ലാം സഹിച്ചു മടുക്കുമ്പോ അവര് ജീവിതം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ മറ്റൊരു അഫെയറിലേക്ക് പോവും. അതെല്ലാം നൽകുന്നത് കുടുംബത്തിന് ചീത്തപ്പേരും തകർച്ചയും തന്നെയല്ലേ? മോളെ, സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർക്കിടയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലെന്നാണോ മോള് കരുതുന്നത്? ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. ലവ് മാരേജിലും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് കാരണം പ്രണയിക്കുന്ന സമയത്ത് സ്വന്തം സ്വഭാവം മറച്ചുവെച്ച് കള്ളത്തരത്തില് പെരുമാറുന്നതുകൊണ്ടാ. എന്റെ സൂരജിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഞങ്ങൾ രണ്ടും എന്താണെന്ന് രണ്ടുപേർക്കും അറിയാം. ഞങ്ങളുടെ സ്വഭാവം എന്താന്ന് കുട്ടിക്കാലം തൊട്ടേ അറിയുന്നവരാ ഞങ്ങള്. എന്തൊക്കെ പറഞ്ഞാലും ധന്യ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് കരുതണ്ട. അതെനിക്കറിയാം മുത്തശ്ശി. എന്നാലും വിവാഹം കഴിപ്പിക്കാതെ എത്ര നാളെ എന്നെ ഇങ്ങനെ നിർത്തിക്കുമെന്ന് അറിയാലോ. എത്ര നാള് കഴിഞ്ഞാലും സൂരജിനെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല, അതുറപ്പാ. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷുക്കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എൻ്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാനിത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിങ്ങൾ അമ്മയും മോളും ഇങ്ങനെ തുടങ്ങിയ ഈ വീട്ടില് സമാധാനം ഇല്ലാതാവുന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? വീട്ടിലെ സമാധാനത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം കളയണമെന്നാണോ മുത്തശ്ശി പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും കരുതി പറഞ്ഞതല്ല മോളെ. എനിക്കെല്ലാം മനസ്സിലായി മുത്തശ്ശി. എന്റെ കൂടെ ആരുമില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാ വലുത്. സൂരജ് ഇവിടുന്ന് പോയിട്ട് എത്രയോ ദിവസമായി. ഇതുവരെ എവിടെയാണെന്നോ എന്താണെന്നോ ഒരറിവും ഇല്ല. ആ കാര്യത്തില് ആരോട് ചോദിച്ചാലും ആർക്കും ഒന്നും അറിയില്ലെന്ന മറുപടി. സൂരജ് ജോലിക്ക് പോയതല്ലേ മോളെ? ആർക്കറിയോ? പെട്ടെന്ന് പോകുന്നു എന്നൊരു തീരുമാനം വിളിച്ചു പറഞ്ഞു. എന്നെ ഒന്ന് കാണുക പോലും ചെയ്യാതെ സൂരജ് പോവുകയും ചെയ്തു. ഇതിന്റെയൊക്കെ പിന്നിലും മറ്റെന്തെങ്കിലും കാര്യമുണ്ടോന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ തന്നെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ശരി മുത്തശ്ശി, നാരായണിയൊക്കെ കേട്ടിരുന്നോ? ഞാൻ പോവാ. മോളെ, നീ എവിടേക്കാ? മുറിയിൽ പോയി റെഡിയായിട്ടൊന്ന് പുറത്തു പോണം. എന്തിന്? ആവശ്യമുണ്ട്. ഇനി ഞാനിപ്പോ മുത്തശ്ശിയോട് പറഞ്ഞത് അമ്മയോട് പറയാനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും കേട്ടാ പിന്നെ സ്വൈര്യമായി പുറത്തു പോകാൻ പോലും സമ്മതിക്കില്ല. എന്റെ ഭഗവാനെ, കാത്തുകൊള്ളണേ. എത്രയായി? 100. ദാ.
മുത്തച്ഛൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല മോളെ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അത്ര എളുപ്പമല്ല, അതാ കുറച്ച് വൈകിയേ. അതൊന്നും സാരമില്ല. മോളുടെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഈ ജീവിതം നിങ്ങൾക്കുള്ളതാ. നിന്നെയും സൂരജിനെയും ഓർത്ത്. നിങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം കാണാൻ ആഗ്രഹിച്ച ഞാനും ജീവിക്കുന്നത്. എനിക്കൊരു സമാധാനം ഇല്ല മുത്തച്ഛ. അതാ ഞാൻ മുത്തച്ഛനെ കാണണമെന്ന് പറഞ്ഞേ. മോള് വിഷമിക്കാതെ. നിങ്ങൾ തനിച്ചല്ല. എന്തിനും ഈ മുത്തശ്ശൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാവും. എനിക്ക് പേടിയാ മുത്തച്ഛ. ഇപ്പൊ സൂരജിനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് തന്നെ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയാ. അതൊക്കെ അവരുടെ വെറും തെറ്റിദ്ധാരണകളല്ലേ മോളെ. സ്നേഹം സത്യമാണെങ്കിൽ കണ്ണകലുമ്പോ മനസ്സകലുകയില്ല. അത് എന്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോ. സൂരജിനെ മാറ്റി നിർത്തിയ ഞാൻ വിവാഹത്തിന് സമ്മതിക്കുന്ന അവരുടെയൊക്കെ വിചാരം. അതിനുവേണ്ടി എല്ലാ രീതിയിലും ശ്രമിക്കുന്നുമുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. മോള് മോളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. നീ മാറില്ലെന്ന് ബോധ്യമാകുമ്പോ ഈ വാശിയും ദേഷ്യവും എല്ലാവരും മറക്കും. നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും.